ചേട്ടാ, ആദ്യത്തെ സ്റ്റെപ്പ് ഞാൻ എടുക്കും, രണ്ടാമത്തെ സ്റ്റെപ്പ് ചേട്ടനും. ഇത് ഫൈനൽ റൗണ്ട് ആണ്. ആരാണ് ഇതിൽ ജയിക്കുന്നത് അവരായിരിക്കും ഇന്നത്തെ വിന്നർ. ഓക്കെ ഡൺ ബ്രദർ. ഐ ഷുവർ 100%. എനിക്ക് ഒരു പേടിയുമില്ലടാ. എന്താന്ന് വെച്ചാലേ ഇത്തവണ നീ ഗ്രീൻ, യെല്ലോ ഞാൻ. അങ്ങനെയാണോ? എന്നാ ശരി, നമുക്ക് നോക്കാം. ഞാൻ ജയിച്ചു. ചീറ്റിംഗാ ചേട്ടാ, ഇത് ചീറ്റിംഗാ. തോറ്റു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് നീ കേൾക്കണം. ശരി, എന്താ ചെയ്യണമെന്ന് വെച്ചാൽ പറഞ്ഞു തുളയ്ക്ക്. സീരിയസ്ലി? ഞാൻ പറഞ്ഞല്ല ചേട്ടാ, ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്യണമെന്ന്. ഇപ്പൊ ചേട്ടൻ വിക്രമായി, ഞാൻ വേതാളം. അടി കിട്ടുവേ. വിക്രം ചേട്ടാ, അവളെ ഇവിടുന്ന് പോകാൻ വിട്ടത് നിങ്ങളാണല്ലേ? അയ്യോ, അതങ്ങനെയല്ല. എന്തോ അർജന്റായിട്ടൊരു കോള് വന്നു നമുക്ക്, അതുകൊണ്ടാ പോയിക്കോളാൻ പറഞ്ഞത്. ഇതൊക്കെ എപ്പോഴാ നടന്നേ? ഞാൻ നോക്കുമ്പോ അവൾ ഇവിടെ വീടിന് ചുറ്റും ഓടി നടക്കുന്നുണ്ടല്ലോ. ഇതിന്റെ ഇടയ്ക്ക് അവളെങ്ങനെ മാഞ്ഞു പോയത്? അതും എന്റെ കണ്ണുവെട്ടിച്ച്. അതിനുള്ള വഴി പറഞ്ഞു കൊടുത്തത് ഞാനന്നങ്ങനെ അറിഞ്ഞ. എന്റെ പണി കഴിഞ്ഞു. പറയച്ചാ, പോകാനുള്ള വഴി അച്ഛൻ തന്നെയാ കാണിച്ചു കൊടുത്തേന്ന്. ഞാൻ നിങ്ങളോടാ ചോദിച്ചത് അവൾ എങ്ങനെ പോയെന്ന്. അയ്യോ, എന്നാ അമ്മ ഇത് അത്രയ്ക്ക് കഷ്ടപ്പാടാണോ? അല്ലെങ്കിൽ തന്നെ അവളൊരു ബുദ്ധിമതിയാ. അമ്മയുടെ കണ്ണുമേടിച്ച് പോകുന്ന അത്ര ബുദ്ധിമുട്ടൊന്നും അല്ല. ശരിയാ. നിന്റെ കണ്ണി കാണാതിരിക്കാനായിട്ടേ അവള് ബാൽക്കണി വഴിയെ പോയത്. ബാൽക്കണിയിൽ പടിയില്ലല്ലോ, പിന്നെങ്ങനെ അവൾ ഇറങ്ങിപ്പോയേ? അപ്പൊ അവൾ ഒറ്റയ്ക്കല്ല, നിങ്ങളാണല്ലേ അപ്പൊ അവൾ കേണി വെച്ച് കൊടുത്തത്? അല്ല, അത് പിന്നെ എന്താ സംഭവിച്ചെന്ന് പറഞ്ഞ അമ്മ പറഞ്ഞത് ശരിയാ. ഈ സർക്കസിനെല്ലാം കൂട്ടുന്നത് അച്ഛൻ തന്നെയാ. ഞാനൊന്ന് ചോദിക്കട്ടെ, മക്കൾക്ക് നല്ല ബുദ്ധി പഠിപ്പിച്ചു കൊടുക്കുന്നതിന് പകരം നിങ്ങൾ അവൾക്ക് സർക്കസാണോ പഠിപ്പിച്ചു കൊടുക്കുന്നേ? ഇങ്ങനെ ഒരച്ഛൻ ഒരു മക്കൾക്ക് ഉണ്ടാവാൻ വഴിയൊന്നുമില്ല. നിങ്ങൾ അവളെ വഷളാക്കിയിട്ടാ അവളിങ്ങനെ തലേ കയറിയിരിക്കുന്നത്. അവളെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. നമുക്ക് നാണക്കേടുണ്ടാക്കുന്ന ഒന്നും അവള് ചെയ്യില്ല. അവളുടെ മനസ്സിലൊന്നുമില്ല. അവളുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലേ നിങ്ങളോട് പറയുമെന്ന് അങ്ങ് വിചാരിച്ചിരുന്നു. എന്റെ അച്ഛനൊക്കെ എന്നെ എന്തുമാത്രം കൺട്രോൾ ചെയ്താ വീട്ടിൽ വളർത്തിയെന്നറിയോ? അച്ഛനോ മീശ പിടിച്ചൊന്നും എന്നെ നോക്കിയാ മതി, അപ്പൊ തന്നെ പേടിച്ച് ഞാൻ കരയും. അത്രയ്ക്ക് പേടിയായിരുന്നു എനിക്ക്. മോളെ, ഡോക്ടേഴ്സ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കേസുകളിലും ചില സമയത്ത് പേഷ്യൻസിനൊന്നും പറ്റാറില്ല. അവർക്ക് ഓക്കെ ആവാനുള്ള സാധ്യതയുണ്ട്. ഡോക്ടേഴ്സിന് കറക്റ്റായിട്ട് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റാത്ത സമയത്തും ഇങ്ങനെയൊക്കെ അവര് പറയാറുണ്ട്. അതില് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ബട്ട് ഇവിടെ വിക്രാന്തിനെ നമ്മൾ കണ്ടു കഴിഞ്ഞപ്പോ അവന് പ്രോബ്ലം ഒന്നും ഇല്ലെന്നാ തോന്നുന്നത്. പതിയെ ഓക്കെ ആയിക്കോളും. സത്യമായിട്ടും മിക്കി പണിയതുപോലെ തന്നെ ആവില്ല ഏട്ടാ. എനിക്ക് ആ കാര്യത്തിൽ ഒരു സംശയവും ഇല്ല ആരതി. അങ്ങനെ ഒരു സംശയം ഇനി മോക്കും വേണ്ട. നമ്മുടെ അമൂല്യ എപ്പോഴും പറയാറില്ലേ,
ഈശ്വരൻ നമ്മളെ കൈവെടിയില്ല എന്നുള്ളത്. നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റാത്ത സമയത്ത് ദൈവം നമ്മളെ സഹായിക്കാൻ എത്തുമെന്ന് എനിക്കറിയില്ലേ? എനിക്കും അത് തന്നെ പറയാനുള്ളത്. ഇതൊന്നും നമ്മുടെ കയ്യിലല്ല, ദൈവത്തിന്റെ കയ്യില. നമ്മുടെ ഈശ്വരൻ ഒരുപാട് നമ്മളെ കഷ്ടപ്പെടുത്തില്ല ചേച്ചി. നിനക്ക് മനസ്സിന് സമാധാനം കിട്ടാൻ വേണ്ടി ദൈവത്തിന് എന്തെങ്കിലും നേർച്ച നേരുന്നുണ്ടെങ്കിൽ ചെയ്തു. അത് ചെയ്യാൻ ഞാനും നിന്റെ കൂടെ വന്നോളാം ചേച്ചി. ആരതി, ആരോ നിങ്ങളെ വീട്ടിൽ നിന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്നെന്ന് പറഞ്ഞില്ലേ? ആരാ അത്? വിക്കി ഫോണിൽ വിളിച്ചയാള് ഏതോ ഒരു ലൊക്കേഷൻ അയച്ചു കൊടുത്ത് അവിടേക്ക് ചെല്ലാനാ പറഞ്ഞത്. വിക്കി എന്നെയും കൂട്ടി ആ ലൊക്കേഷനിലേക്കാ പോയത്. അവിടെ ചെന്നപ്പോ ഒരാള് കാറിലേക്ക് ലൈറ്റ് അടിച്ചു. വിക്കി ആണെങ്കിൽ എന്നെ കാറിൽ നിന്ന് പുറത്തിറങ്ങാനേ സമ്മതിച്ചില്ല. വിക്കി ഒറ്റയ്ക്ക് പോയിട്ട് ഒരാളോട് സംസാരിച്ചു. അതാരാന്ന് മോക്കറിയോ? അതാരാണെന്ന് എനിക്ക് അറിയില്ല ഏട്ടാ. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് അയാളെ കാണുന്നത്. അത് മാത്രല്ല, അയാള് മുഖം അങ്ങനെ അധികമായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. നിന്റെ അച്ഛൻ മീശ പിരിച്ചാലേ നീ മാത്രല്ല ഞാനും പേടിക്കുമായിരുന്നു. വീരപ്പനെ പോലെയായിരുന്നു ആ മീശ. അത് കണ്ട ആരാ പേടിക്കാത്ത? എന്റെ അച്ഛനെ എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ, എനിക്കതൊന്നും ഇഷ്ടപ്പെടില്ല. പെൺകുട്ടികളെ വിശ്വസിച്ച് പുറത്തിറക്കുന്നൊക്കെ നല്ലതാ, പക്ഷെ സമയം എത്രയും നമ്മളോട് നോക്കണ്ടേ? നാട്ടുകാർ എന്തൊക്കെ പറയും? നിങ്ങളുടെ അനിയത്തി തന്നെ ഇവിടെ എന്തൊക്കെ വന്ന് പറഞ്ഞു നിങ്ങൾക്കറിയില്ലേ? ഇത്രയൊക്കെ സംഭവിച്ചിട്ടും നിങ്ങൾ അവളെ വീണ്ടും പുറത്തിറക്കിയ അവക്ക് പേടിയുണ്ടാവോ? പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ലെന്നേ. കുട്ടികൾ പേടിച്ചല്ല വളരേണ്ടത്. കൂടുതൽ പേടിപ്പിച്ചാലേ അനുസരണ ഇല്ലാണ്ട് പോകും. ശരി എന്താ തെറ്റെന്താന്ന് പഠിപ്പിച്ചു കൊടുത്താൽ മാത്രം മതി. ജീവിതം അവരുടെയാ. ശരിയും തെറ്റും തീരുമാനിക്കേണ്ടത് അവര് തന്നെയല്ലേ? അങ്ങനെ പറഞ്ഞു കൊടുക്കച്ച. ശരി, അവളെങ്ങോട്ടാ പോയെന്ന് പറ. എങ്ങോട്ടാ പോയെന്ന് പറഞ്ഞില്ല പ്രമി. അപ്പൊ നിങ്ങൾ ചോദിച്ചില്ലേ? സംശയമൊന്നുമില്ലാത്ത സ്ഥിതിക്ക് അങ്ങനെ ഒരു ചോദ്യത്തിന്റെ ആവശ്യമുണ്ടോ? ഓ, മനസ്സിലായി മനസ്സിലായി. നാട്ടുകാരൊക്കെ വീടിന്റെ മുന്നിൽ വന്ന് ഓരോ കാര്യങ്ങൾ പറയാതെ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ എന്റെ മോള് എന്നെ കൊണ്ട് നിർത്തില്ല എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. നീയും അത് മനസ്സിലാക്ക്. ഒന്നും സംഭവിക്കില്ല. ഒന്നും സംഭവിക്കാൻ പാടില്ലെന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം. ആദ്യം നിങ്ങൾ അവക്ക് ഫോൺ ചെയ്ത് അവൾ എവിടെയാണെന്നൊന്ന് ചോദിക്കേ. ഞാൻ ചോദിച്ചാലേ അവൾ ഒന്നും പറയില്ല എന്നോട്. നിങ്ങൾക്ക് ഇക്കാര്യത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല, പക്ഷെ എനിക്ക് അങ്ങനെയൊന്നും അല്ല. നമ്മുടെ ശ്രദ്ധക്കുറവുണ്ട്, ഒരു പ്രശ്നം ഉണ്ടാവരുത്. അവളെ ആദ്യം വിളിക്കേ. ഞാൻ പോയി വിളിക്കട്ടെ? ഇത്രയൊക്കെ പറയുന്ന കേട്ടിട്ട് നീ അമ്മ സപ്പോർട്ട് ചെയ്യുവാണോ? ഇങ്ങോട്ട് വരൂ. ഞാനൊന്നും വരുന്നില്ല. എന്താ ഈ പിള്ളേരി കാണിക്കുന്നേ? പിള്ളേരെ കൊണ്ട് ഞാൻ തോറ്റു. അമ്മ അമ്മ എന്താ ഈ അമ്മ അമ്മ? ശരി, വിക്രാന്തിനും അയാൾക്കും ഇടയില് എന്താ നടന്നത്? അവരെന്തൊക്കെ സംസാരിക്കായിരുന്നു ഏട്ടാ. അവര് മാറി നിന്നാ സംസാരിച്ചത്. അതുകൊണ്ട് അവരെന്താ സംസാരിച്ചെന്ന് എനിക്കറിയില്ല ഏട്ടാ. പക്ഷെ അയാളോട് സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് വിക്കി ഒരുപാട് ടെൻഷൻ അടിക്കാൻ തുടങ്ങിയത്. സത്യാണ് ഏട്ടാ. അയാളുടെ കയ്യില് എന്തെങ്കിലും തരത്തിലുള്ള വെപ്പൺസ് ഉണ്ടായിരുന്നോ? അങ്ങനെയൊന്നും ഞാൻ കണ്ടില്ലായിരുന്നു. ശരി, വിക്രാന്ത് തിരിച്ചു വന്നിട്ട് മോളോട് എന്തെങ്കിലും പറഞ്ഞോ? എന്നോട് അങ്ങനെ ഒന്നും പറഞ്ഞില്ല. പക്ഷെ വിക്കി വല്ലാണ്ട് ഡിസ്റ്റർബ് ആയിരുന്നെന്ന് എനിക്ക് തോന്നി. ഒരുപാട് ടെൻഷനും ഉണ്ടായിരുന്നു. അല്ല ചേച്ചി, ചേച്ചി വെറുതെ പോലും എന്താ കാര്യം എന്ന് ചോദിച്ചില്ലേ? ചോദിച്ചത് അമ്മു. പക്ഷെ എന്നോട് മറുപടി ഒന്നും വിക്കി പറഞ്ഞില്ല. നമുക്ക് പെട്ടെന്ന് പോവാന്ന് പറഞ്ഞു. വീണ്ടും ചോദിച്ചാ വിക്കി ദേഷ്യപ്പെട്ടാലോന്ന് കരുതി ഞാൻ പിന്നീട് ഒന്നും ചോദിച്ചില്ല. അവിടെ സംസാരിച്ചതൊക്കെ ആദ്യം വേദാന്ത ചേട്ടൻ അറിയേണ്ടതെന്ന് പറഞ്ഞ വേഗം കാറ് തിരിച്ച് ഇങ്ങോട്ടേക്ക് ഓടി വന്നത്. വണ്ടി എടുത്തത് നല്ല ടെൻഷനിലായിരുന്നു. അത്രയ്ക്കും അർജന്റായിട്ട് എന്നോട് പറയാൻ എന്തായിരുന്നു കാര്യം? വിക്രാന്ത് അത്രയ്ക്കും ഡിസ്റ്റർബ്ഡ് ആവാൻ എന്ത് കാര്യം അവിടെ സംഭവിച്ചത്?
എന്തായാലും വിക്രാന്തിന്റെ കണ്ടീഷൻ ഓക്കെ ആവാതെ ഒരു ക്ലാരിറ്റി കിട്ടില്ല. അച്ഛൻ വിളിച്ചോണ്ടിരിക്ക, ഞാനിപ്പോ വരാം. ശരി ആരതി, ഞാൻ വീട്ടിൽ വിളിച്ച് കാര്യം പറയട്ടെ. അമ്മു എവിടെയാ മോളെ? ഹലോ അച്ഛാ, അത് നീ ഇത്ര നേരമായിട്ട് വീട്ടിലെത്തിയില്ലെന്ന് പറഞ്ഞ് അമ്മ ഭൂകമ്പം ഉണ്ടാക്കുക ഇവിടെ. ഞാൻ ഇതുവരെ ഒന്ന് പിടിച്ചു നിർത്തി. നീ ഇപ്പൊ എവിടെയാ മോളെ? എപ്പോ വരും നീ വീട്ടില്? കാര്യം പറഞ്ഞ് മനസ്സിലാക്കാതെ അവളോട് നിങ്ങൾ സുഖം അന്വേഷിക്കാണോ? എടി വായാടി, ചോദിക്കാനും പറയാനും ആരില്ലെന്നാണോ നിന്റെ വിചാരം? എന്റെ കണ്ണ് വെട്ടിച്ച് പോയി കഴിഞ്ഞാ ഞാൻ അറിയില്ലെന്നാണോ നീ വിചാരിച്ചത്? പറ, എവിടുന്നാ നീ ഇപ്പൊ സംസാരിക്കുന്നേ? എവിടാന്ന് പറ. നിന്നോടാ ഞാൻ ചോദിക്കുന്നേ, എവിടെയാ നീ? കാര്യം പറ. അമ്മേ, ഞാനിപ്പോ സിറ്റി ഹോസ്പിറ്റലിലാ ഉള്ളേ. എന്താ നീ പറയുന്നത്? ആശുപത്രിയില്ലോ? എന്തു പറ്റിയെന്നാ? എനിക്കൊന്നും പറ്റിയില്ലമ്മേ. വിക്കി ചേട്ടൻ ആക്സിഡന്റ് ആയി. ചേട്ടൻ ഇപ്പൊ ICUലാ ഉള്ളത്. വിക്കിക്കോ? എന്തു പറ്റി? അവന് കുഴപ്പമൊന്നുമില്ലല്ലോ? എന്താ ഡോക്ടർ പറയുന്നേ? അവനൊന്നും പറ്റിയില്ലല്ലോ? അമ്മു എന്തു പറ്റി മോളെ? വിക്കി ചേട്ടൻ ആക്സിഡന്റ് ആയി അച്ഛാ. ഞാനും ചേച്ചിയും വേദാന്തും എല്ലാരും ഇവിടെ തന്നെ ഉണ്ട്. കാര്യമായിട്ട് എന്തെങ്കിലും പറ്റി മോളെ? അവന് പ്രശ്നമൊന്നുമില്ലല്ലോ? അത്ര പേടിക്കാനൊന്നുമില്ലെന്നാ ഡോക്ടർ വന്ന് പറഞ്ഞത്. പക്ഷേ ഫ്രാക്ചറൊക്കെ ഉണ്ട്. അയ്യോ, ഇപ്പൊ എന്താ ചെയ്യാ? നിക്ക് മോളെ, ഞാനിപ്പോ തന്നെ അങ്ങോട്ട് വരാം. വേണമെന്നില്ല അച്ഛാ, ഞങ്ങൾ എല്ലാരും ഇവിടെ ഉണ്ട്. അച്ഛൻ ടെൻഷൻ അടിച്ച് ഓടി വരണ്ട. അല്ല മോളെ, ഈ സമയത്ത് ഞങ്ങൾ അവിടെ ഉണ്ടാകണം. നീ ഒന്നും ഓർത്ത് പേടിക്കണ്ട, ഞങ്ങൾ അങ്ങോട്ട് വന്നോളാം. ശരി അച്ഛാ, ഞാൻ ചേച്ചിയുടെ കൂടെ തന്നെ ഉണ്ടാവും. അവള് നല്ല വിഷമത്തില്ല. നിങ്ങളൊക്കെ വന്നാൽ ചേച്ചിക്ക് സമാധാനാവും. നിങ്ങളുടെ ഫോൺ ഹാൻഡിൽ ചെയ്യാൻ ആരെങ്കിലും അപ്പോയിന്റ് ചെയ്യുന്നത് നല്ലത്. എത്ര നേരം കൊണ്ട് ബെല്ലടിക്കാം, നിങ്ങൾ കേൾക്കുന്നില്ലേ? ചേച്ചേ, ഈ ചെറിയ കാര്യത്തിന് ഒന്നുകൂടെ കല്യാണം കഴിക്കുന്നത് ശരിയാണോ ആദ്യ? ആഹാ, എത്ര നടക്കാത്ത സ്വപ്നം. ഞാനൊരു പൊട്ടി, അതുകൊണ്ടല്ലേ നിങ്ങൾ കല്യാണം കഴിച്ചേ. എന്റെ സ്ഥാനത്ത് വേറെ ആരായിരുന്നെങ്കിലും ഇങ്ങനെ ഒരു സാഹസം കാണിക്കാൻ തോന്നുന്നുണ്ടോ? നിങ്ങളുടെ ഈ മുഖത്തിന് എന്നെ തന്നെ കിട്ടിയ വലിയ കാര്യം. സെയിം ടു യു. ചേട്ടനോ? ഹലോ, പറയേട്ടാ. മോളെ സിദ്ധാർത്ഥ എവിടെ? സിദ്ധാർത്ഥ് ഇപ്പോ ഡീആക്ടിവേറ്റ് മോഡിലാ, ആക്റ്റീവ് ആയിട്ടില്ല. അതുകൊണ്ടാണല്ലോ ഞാൻ ഫോൺ എടുത്തത്. ആദ്യം സിദ്ധാർത്ഥ ഉണ്ടെങ്കിൽ അവന്റെ കയ്യിൽ ഫോൺ കൊടുക്ക്. എന്തു ചേട്ടാ, എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല, നീ സിദ്ധാർത്ഥന് ഫോൺ കൊടുക്ക്. വേദാന്ത് ചേട്ടനാ. പറ വേദാന്ത്. സിദ്ധാർത്ഥ്, ഞാൻ പറയുന്നത് ഇനി ശ്രദ്ധിച്ച് കേൾക്കണം. ആദ്യം അടുത്തുണ്ട്, പെട്ടെന്ന് റിയാക്ട് ചെയ്യരുത്. ആ പറയ്. സഡനായിട്ടൊരു ഷോക്കിംഗ് ന്യൂസ് കേൾക്കുമ്പോൾ ആദ്യക്ക് അത് ടെൻഷനായി പോവും. അതുകൊണ്ടാ. വിക്രാന്തിന്റെ ആക്സിഡന്റ് ആയി. അതെ, അതേന്നേ. എന്താ അവള് പറഞ്ഞത്? അവൻ എന്തു പറ്റിയെന്നാ? അതൊന്നും ഫോണിൽ കൂടി ചോദിക്കാൻ പറ്റില്ലല്ലോ. വലിയ കുഴപ്പമൊന്നുമില്ലാന്ന് ഡോക്ടർ പറഞ്ഞതെന്ന്. ഞാനൊന്ന് പോയിട്ട് വരാം.
കുട്ടികളോടൊന്നും പറയണ്ട, അവര് പേടിക്കും. അതിഥി, അത് അമ്മേ, ഞാൻ നിങ്ങൾ പറഞ്ഞതൊക്കെ കേട്ടു. ഞങ്ങൾ അറിയാതിരിക്കില്ലല്ലോ. ധ്രുവ കട അടയ്ക്കാൻ വേണ്ടി കുറെ നേരം മുന്നേ പോയതാ. ഞാൻ ധ്രുവയെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പറയട്ടെ? വേണ്ട മോളെ, കാര്യം അറിഞ്ഞ അവൻ ടെൻഷനാവും. വീട്ടിൽ വന്നിട്ട് സമാധാനമായിട്ട് പറഞ്ഞാ മതി. ശരി അച്ഛാ. ഞാൻ പെട്ടെന്ന് പോട്ടെ. ഞാനും ആരതി അമൂല്യൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. അവനെ ഇപ്പോ ഇവിടെ സിറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക സിദ്ധാർത്ഥ്. ഈ കാര്യത്തെ പറ്റി ഇപ്പൊ ആരോടൊന്നും പറയണ്ട. തൽക്കാലം അമ്മയോട് പറഞ്ഞാൽ മതി. പിന്നെ കൂടുതൽ ടെൻഷൻ ആവാനൊന്നുമില്ല. സമാധാനമായിട്ട് പറയേ. ശരി വേദാന്ത്. ഒരു വിഷയം കൂടെ, ഇക്കാര്യം ആദ്യം അറിയാതെ നോക്കണേ. അവൾക്കത് താങ്ങാൻ പറ്റിയെന്ന് വരില്ല. ഒന്ന് സൂക്ഷിച്ചാ മതി. ഓക്കെ വേദാന്ത്. വേറെന്തെങ്കിലും പ്രശ്നമുണ്ടോ? നോ, നത്തിങ്. ശരി. സിദ്ധാർത്ഥ്, എന്നോട് പറയാതെ നിന്നോട് പറയാൻ മാത്രം എന്ത് കാര്യമുള്ളത്? ഓഫീസിലെ കാര്യങ്ങൾ നിന്നോട് എപ്പോഴെങ്കിലും വേദാന്ത് സംസാരിച്ചിട്ടുണ്ടോ? ഗോഡൌണിൽ എന്തോ ഒരു പ്രോബ്ലം ഉണ്ടെന്ന്. അവിടുത്തെ മാനേജർമാർ തമ്മിൽ എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു. മറ്റാരും പോയിട്ട് കാര്യമില്ല. സോ എന്നോട് പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിരിക്കുക. അതിന് നിങ്ങൾ പോകേണ്ട കാര്യമുണ്ടോ? അതും ഈ സമയത്ത്? സംഭവം സീരിയസ് ആയതുകൊണ്ടല്ലേ ടെൻഷനായിട്ട് വേദാന്തനോട് ഇപ്പൊ തന്നെ വരാൻ പറഞ്ഞത്. ഞാൻ പെട്ടെന്ന് പോയിട്ട് വരാം. നീ ടെൻഷനൊന്നും ആവണ്ട. നീ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ? വെയർ ഹൗസില് ചേട്ടൻ ഇതുവരെ സിദ്ധാർത്ഥനെ വിട്ടിട്ടില്ലല്ലോ. ഇത് വേറെന്തോ പ്രശ്നോ? പ്രമി, വിക്കിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് അമ്മ പറഞ്ഞില്ലേ? പിന്നെ നീ എന്തിനാ കരയുന്നേ? നീ കരയുന്ന കണ്ട മക്കളും കരയില്ലേ? ഞാൻ കരയാതിരിക്കാൻ ഒരുപാട് ശ്രമിച്ചതാ, പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്നില്ല. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഒരു പ്രാവശ്യങ്ങൾ എനിക്ക് വിക്കിയെ കാണാതെ എനിക്കൊരു സമാധാനം കിട്ടില്ല. എത്ര വലിയ പ്രശ്നമാണെങ്കിലും സമാധാനിച്ചേ പറ്റൂ. നീ കരയുന്ന കണ്ട കുട്ടികൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റൂ. വന്നേ, വിക്കി എവിടാ ചോദിക്കാം. വിക്രാന്ത് മേനോൻ ആക്സിഡന്റ് കേസാ. ഏത് ഫ്ലോറാ? സർ, അത് ഐസിയുലാണ്. കുട്ടികളൊക്കെ എവിടെയാ? കൂടെ വന്നവരൊക്കെ എവിടെയാ? അവിടെ ഉണ്ട്. വേഗം വാ. എന്താ മോളെ വിക്കിക്ക് പറ്റിയത്? ഡോക്ടർ എന്ത് പറഞ്ഞു? അവന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഡോക്ടർ ഒന്നും ശരിക്കും പറഞ്ഞിട്ടില്ല അമ്മ. ഡോക്ടർ പറഞ്ഞതൊക്കെ കേട്ടിട്ട് വിക്കിയുടെ കണ്ടീഷൻ ക്രിട്ടിക്കലാണെന്ന് മാത്രം മനസ്സിലായി എനിക്ക്. അമ്മേ, പേടിക്കാനൊന്നും ഇല്ലെന്നാ ഡോക്ടർ വന്ന് പറഞ്ഞിട്ട് പോയത്. ചേട്ടൻ ട്രീറ്റ്മെന്റിനോടൊക്കെ റിയാക്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഫ്രാക്ചർ മാത്രമേ ഉള്ളൂ, അല്ലാതെ പേടിക്കാനൊന്നും ഇല്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. അത്ര ഉണ്ടായിരുന്നല്ലോ. എപ്പോഴാ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്? ഐസിയുവിൽ കിടത്തേണ്ട പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. വിക്രാന്തിന് ഇതുവരെയും ബോധം വന്നിട്ടില്ല. സെഡേറ്റീവ്സ് കൊടുത്തിരിക്കുക.
അവന് ബോധം വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ വാർഡിലേക്ക് മാറ്റുന്ന കാര്യം സംസാരിച്ചിട്ടുണ്ട്. പേടിക്കാനൊന്നുമില്ല. ഒരു തവണയെങ്കിലും വിക്കി ഒന്ന് കാണാൻ പറ്റുമോ വേദാന്ത്? അകത്ത് പോയി കണ്ടോളൂ.